പ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. ചിറയൻകീഴ് സ്വദേശിയായിട്ടുള്ള ടിൻഡു ജി വിജയൻ്റെ വീടിന് നേരെ പുലർച്ചെയാണ് ആക്രമണം നടന്നത്. സംഭവ സമയത്ത് ടിൻഡുവും രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉറക്കത്തിലായിരുന്ന ഇവർ ശബ്ദം കേട്ട് ഉണർന്നു നോക്കുമ്പോൾ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച് രണ്ടുപേർ വീടിന് പുറകുവശത്ത് നിന്ന് തീയിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ വീടിന് പുറത്തിറങ്ങി ഇവർ തീയണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അഭിലാഷ് ആറ്റിങ്ങൽ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇതെന്താണ് ആക്രമണത്തിന് കാരണം? രാഷ്ട്രീയ വിരോധമാണോ? ഈ ആക്രമണം സംബന്ധിച്ച് അല്ലെങ്കിൽ ആക്രമണത്തിന്റെ കാര്യം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് പുതുക്കരിയിലെ വാർഡിലെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയാണ് ടിൻഡു ജി വിജയൻ. കഴിഞ്ഞ ദിവസം രാത്രി 1:30 മണിയോടുകൂടിയാണ് ഈ ഹെൽമറ്റും കോട്ടും ധരിച്ച രണ്ടുപേർ വീടിന് സമീപത്തെത്തുകയും വീട്ടിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ കതകും മുന്നിലുണ്ടായിരുന്ന ഫ്ലോർ മാറ്റും കത്തിച്ച നിലയിലാണ്. ഈ ശബ്ദം കേട്ട് ഇവർ പുറത്തിറങ്ങിയതോടെയാണ് ഈ ആക്രമണ ശ്രമത്തിൽ നിന്ന് ഇവർ പിന്മാറിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ടിൻഡു ജി വിജയനും കുടുംബവും ചിറയൻകീഴ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആളിനെ തിരിച്ചറിയാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. എന്തായാലും ഈ പ്രദേശത്ത് ഉള്ള മറ്റ് CCTVകൾ കൂടി പരിശോധിച്ച് ഇതാരാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇതിന് പിന്നിലുള്ള കാരണം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കുടുംബം പരാതി നൽകിയപ്പോഴും ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം നിലവിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി പറയുന്നില്ല. ആരെയും ആ ഒരു പരാതിയിൽ പ്രത്യേകിച്ച് ആരെയും തന്നെ പറയുന്നില്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ വൈരാഗ്യം തന്നെ ആകാം എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ തർക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണോ അത്? തീർച്ചയായും ഇത് സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം പോലീസ് ഇവരോടും അന്വേഷിച്ചിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ തർക്കം അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് തമ്മിലുള്ള ഒരു ആക്രമണം നടക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ഒരു വനിതാ വാർഡാണ്. ഈ ഭാഗത്ത് ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ചേരിതിരിഞ്ഞുള്ള സംഘർഷമോ എന്നും ഒരു വാക്കുതർക്കം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും എന്തെങ്കിലും രാഷ്ട്രീയ കൂത്തികൾ അല്ലെങ്കിൽ ഇവർക്ക് നേരെയുള്ള ഒരു ആക്രമണം നടത്തി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയോടെ മറ്റോ ആയിരിക്കാമെന്നാണ് ഈ കുടുംബം ഇപ്പോൾ സംശയിക്കുന്നതായി പറയുന്നത്. എന്നാലും ആരാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരാളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലേക്കോ ആരും സംശയം ഉന്നയിക്കുന്നില്ല. ഏതായാലും ഇത് ആരാണ് ഈ സംഭവം നടത്തിയതിന് പിന്നിൽ ആരാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന് കൃത്യമായൊരു കാരണം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ്. വ്യക്തമാണ്. അഭിലാഷ് ആറ്റിങ്ങലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചിറയൻകീഴിലാണ് BJP സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ പുലർച്ചെ ആക്രമണം ഉണ്ടായത്. ആ സമയം ആക്രമണം നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള ടിൻഡു ജി വിജയനും രണ്ട് കുട്ടികളും മാതാപിതാക്കളും വീട്ടിലുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ട് ഇവർ ഉണർന്നു നോക്കിയപ്പോൾ രണ്ടുപേർ, അതായത് ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചെത്തിയ രണ്ടുപേരെ കണ്ടു. ഈ തീ കൊളുത്താൻ ശ്രമിച്ചെങ്കിലും ഇവർ ഉറക്കമുണർന്ന് പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്.